നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ഓണാശംസകൾ. കുടുംബവും സുഹൃത്തുക്കളും ചേർന്ന് ഒന്നിച്ച് ആഘോഷിക്കുന്ന ഈ തിരുനാളിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞിരിക്കട്ടെ എല്ലാ വീടുകളിലും. ഇപ്പോൾ നമുക്ക് കഥയ്ക്കുള്ളിലോട്ട് കിടക്കാം. ഈ നോർത്ത് മാൻസ് വൈക്കിങ്ങുകളുടെ കഥയിൽ ആത്തൽസ്റ്റൺ എപ്പോൾ വന്നുവോ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ചേർന്ന് ക്രിസ്ത്യാനിസവും വന്നു. അത് ഫ്ലോക്കിക്കാണെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫ്ലോക്കി ഇങ്ങനെ ഈ വെറുക്കുന്ന ഈ കാര്യങ്ങളൊക്കെ റാഗ്നർ തുടക്കം മുതൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ സീസൺ 3 ആത്തലിസ്റ്റിന് എന്തോ ഒരു ഉണർവ് വരും. അദ്ദേഹത്തിന് പിന്നെയും ക്രിസ്തു മതം തന്നെ അദ്ദേഹം അത് കാരണം കൊണ്ട് സ്വീകരിക്കും, ക്രിസ്തുവായിട്ട് തന്നെ മാറും, കാത്തകട്ട് തന്നെ വിട്ടു പോവാണ് എന്ന് പറഞ്ഞ് റാഗ്നറിനോട് പറയും. പക്ഷേ റാഗ്നർ ആണെങ്കിൽ നീ ഇവിടം വിട്ട് എവിടെയും പോകണ്ട, എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ, ഞാൻ നിന്നെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് പറയും. പക്ഷേ റാഗ്നറിനെ കൊണ്ടാണെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. അവസാനം ആത്തലിസ്റ്റിനെ ഫ്ലോക്കി ആരും കാണാതെ കൊല്ലും. പിന്നെ ആത്തലിസ്റ്റിനെ ആരോ ഒരാൾ കൊന്നു എന്ന് മാത്രമേ എല്ലാവർക്കും അറിയൂ. റാഗ്നറിനാണെങ്കിൽ തുടക്കം മുതൽ തന്നെ ഫ്ലോക്കിയുടെ മേലൊരു സംശയമുണ്ട്, ഫ്ലോക്കിയാണോ ആത്തലിസ്റ്റിനെ കൊന്നത് എന്ന് പറഞ്ഞ്. ഫ്ലോക്കിക്ക് അല്ലാതെ വേറെ ആർക്കും തന്നെ ആത്തലിസ്റ്റിൻ്റെ മേലെ ഇത്രയും വെറുപ്പില്ല. പിന്നെ അതിനുശേഷം സീസൺ 3 അവസാന എപ്പിസോഡിൽ ഇവരെല്ലാവരും കൂടെ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ റാഗ്നർ ഫ്ലോക്കിയെ വിളിച്ചിട്ട് ചോദിക്കും, നീയാണ് ആത്തലിസ്റ്റിനെ കൊന്നത് എന്ന് പറഞ്ഞ്. അപ്പോൾ ഫ്ലോക്കിയാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടില്ല. അപ്പോൾ തന്നെ റാഗ്നറിന് മനസ്സിലായി ഇത് ഫ്ലോക്കിയാണ് ചെയ്തത് എന്ന് പറഞ്ഞ്. ഇതിനുശേഷം ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. വൈക്കിംഗ് സീസൺ 4 എപ്പിസോഡ് 1 എ ഗുഡ് റീസൺ. തുടക്കത്തിൽ തന്നെ റാഗ്നർ ഒരു വലിയൊരു മലകളൊക്കെ ഉള്ളൊരു പ്രദേശത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മലയുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ വെളിച്ചം കാണാം. അത് നോക്കിയാണ് റാഗ്നർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ആസ്ലോഗ് വനത്തിലൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സീറുണ്ട്. അപ്പോൾ സീറിനോട് ആസ്ലോഗ് ചോദിക്കും, കാത്തഗട്ടിലെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ത്രീ ഭരിക്കുമോ എന്ന് എനിക്കറിയണം. അപ്പോൾ സീർ, നീ ഉദ്ദേശിക്കുന്നത് റാഗ്നറിൻ്റെ മരണത്തിന് ശേഷം അല്ലേ? അതെ. ഇവിടെ റാഗ്നർ ഇങ്ങനെ ആ വെളിച്ചം നോക്കി പോയതും അവിടെ പോയി നോക്കിയതും അവിടെ ഒരു വലിയൊരു കപാടമുണ്ട്. അത് തുറക്കുമ്പോഴാണ് ഇങ്ങനെ വെളിച്ചം വരുന്നത്. ഇത് വേറൊന്നുമല്ല, വൽഹല്ലയുടെ വാതിലുകളാണ്. അതായത് ഇതിനു മുൻപ് പറഞ്ഞില്ല, വൈക്കിങ്ങുകളുടെ സ്വർഗം, അത് തന്നെ. അപ്പോൾ സീറോ പറയും, കിങ് ജീവനോടുകൂടി ഇരിക്കുമ്പോൾ മരണസ്വപ്നം കാണുന്നത് ശരിയല്ല. എന്നാലും ഞാൻ പറയാം, ഒരു ദിവസം ഒരു സ്ത്രീ കാത്തഗട്ട് ഭരിക്കും. അത് ഞാനായിരിക്കുമോ? ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞിട്ട് പോകും. ഇപ്പോൾ റാഗ്നർ വൽഹല്ലയുടെ വാതിലുകളുടെ അടുത്തേക്ക് എത്താനായി. ആ വാതിലിൻ്റെ ഉള്ളിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂർവികരൊക്കെ നന്നായിട്ട് ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം കാണും. റാഗ്നറും അടുത്തേക്ക് പോകുമ്പോഴേക്കും ആ വാതിലുകളൊക്കെ പയ്യെ ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റാഗ്നറും എങ്ങനെയെങ്കിലുമൊക്കെ വൽഹല്ലയുടെ വാതിലുകളുടെ ഉള്ളിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നല്ല വേഗതയിൽ ഇങ്ങനെ ഓടും. ഇപ്പോൾ റാഗ്നറിൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, താൻ വന്ന് വൽഹല്ലയിലേക്ക് യോഗ്യനല്ലയോ? എന്ത് കാരണം കൊണ്ടാണ് താൻ വരുന്നതിന് മുൻപ് വൽഹല്ലയുടെ വാതിലുകൾ അടയുന്നത്? അതായത് റാഗ്നർ നേരിട്ടല്ലാതെ ആത്തലിസ്റ്റിൻ്റെ മരണത്തിന് കാരണമായി. പിന്നെ നോർത്ത് മാൻസ് വെക്സസിൽ കുടിയേറിയപ്പോൾ അവരെ ആക്രമിച്ചിരുന്ന ഒരാളെ എങ്ങനെയൊക്കെയോ കാത്തഗട്ടിലേക്ക് രക്ഷപ്പെട്ട് ഓടി വന്നു. ആ പാവത്തിന് റാഗ്നർ ആരും കാണാതെ ഈ കാര്യങ്ങളൊന്നും പുറത്തറിയണ്ട എന്ന് പറഞ്ഞ് ആ പാവത്തിനെ കൊന്നു. അത് മാത്രം അല്ലാതെ റാഗ്നർ ഇപ്പോൾ ക്രിസ്ത്യനാണ്. ഇതെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ വൽഹല്ലയുടെ വാതിലുകളുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടും. പക്ഷേ റാഗ്നർ അടുത്തെത്തിയതും വൽഹല്ലയുടെ വാതിലുകൾ അങ്ങനെ അടയും. ഇപ്പോൾ റാഗ്നർ നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ കത്തും. പിന്നെ അതിനുശേഷം കാത്തഗട്ടിൽ പാരീസിൽ നിന്ന് വന്ന വൈക്കിംഗ് പോരാളികൾ എല്ലാവരും കാത്തഗട്ടിലേക്ക് അവരുടെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ റാഗ്നറിൻ്റെ കുട്ടികൾ അവരൊക്കെ ഇപ്പോൾ കുറച്ച് വലുതായി. ഊബെ, ഹിൻസൈൻ, സിഗർട്ട്, പിന്നെ ഐവർ, ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിയാൻ അവൻ്റെ അനുജന്മാരെ വന്ന് കാണും. വന്നിട്ട് പറയാം, എല്ലാവരും അങ്ങ് വളർന്നല്ലോ. റാഗ്നർ, ഫ്ലോക്കി ഇവരെല്ലാവരും കാത്തഗട്ടിലെത്തി. റാഗ്നർ ആണെങ്കിൽ കിടപ്പിലായിരുന്നല്ലോ, അദ്ദേഹം ഇപ്പോഴും കിടപ്പിൽ തന്നെയാണ്. റാഗ്നർ ആണെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് കണ്ണുപോലും തുറന്നിട്ടില്ല. അപ്പോൾ ഇതിനു മുൻപ് കാണിച്ചില്ല വൽഹാല, അതൊക്കെ റാഗ്നർ കിടക്കുമ്പോഴിങ്ങനെ സ്വപ്നത്തിൽ കണ്ട സ്വപ്നങ്ങളായിരുന്നു. റാഗ്നർ ഇങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നല്ല മൂർച്ചയുള്ളൊരു കൊമ്പ് പോലത്തെ സാധനം, അതിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അതും എടുത്തിട്ട് ഫ്ലോക്കി ഇങ്ങനെ അടുത്ത് വരും. ഫ്ലോക്കി ഇങ്ങനെ അടുത്ത് വന്ന് എന്തൊക്കെയോ മന്ത്രം പോലെ ചൊല്ലും. എന്നിട്ട് റാഗ്നറിനെ കൊല്ലുമോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചാൽ ആ മൂർച്ചയുള്ള കൊമ്പുള്ള സാധനം റാഗ്നറിൻ്റെ അടുത്ത് വെച്ചിട്ട് അങ്ങനെ പോകും. അതായത് റാഗ്നർ പഴയതുപോലെ നല്ല ശക്തനായിട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞ്. ശരിക്കും ഫ്ലോക്കി മാത്രം ഇപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ റാഗ്നറിനെ വളരെ സുലഭമായിട്ട് തന്നെ കൊല്ലാം. പക്ഷേ ഫ്ലോക്കി അങ്ങനെ ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ റാഗ്നറിന് അത്രയും ഇഷ്ടമാണ് ഫ്ലോക്കിക്ക്. എവിടെ ബിയാൻ പൂർണ്ണ കാത്തഗട്ടി വിട്ട് പോയ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ക്യൂൻ ആസ്ലോഗിനോട് ചോദിക്കും. അപ്പോൾ പറയും, ആർക്കും അറിയില്ല, ഒരു രാത്രിയിൽ പെട്ടെന്ന് അവളെ കാണാതായി, നിന്റെ മകളെ ഇവിടെ വച്ചിട്ടാണ് അവൾ പോയത്. അപ്പോൾ ബിയാൻ ഇന്ന് നന്നായിട്ട് സങ്കടപ്പെടും. അപ്പോൾ ആസ്ലോഗ്, വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാവരും കൂടെ ഇവളെ നോക്കിക്കോളാം എന്ന് പറയും. പക്ഷേ എന്നാലും ബിയാൻ ഇപ്പോൾ നന്നായിട്ട് സങ്കടമുണ്ട്. പൂർണ്ണ ആരോടും ഒന്നും പറയാതെ തന്നെ ഇവിടം വിട്ട് പോയതിൽ.
പാരീസിൽ നിന്ന് കൊള്ളയടിച്ച് കൊണ്ടുവന്ന കൊള്ള മുതലുകളെല്ലാം എടുത്തിട്ട് കിങ്ങിൻ്റെ ഹാളിലേക്ക് എല്ലാവരും കൂടെ വരും. അപ്പോൾ ക്യൂൻ ആസ്ലോഗ് ഇതെല്ലാം കണ്ടിട്ട് നന്നായിട്ട് സന്തോഷപ്പെട്ടിട്ട് പറയും, അപ്പോൾ പാരീസ് ആത്ലസ്റ്റൻ പറഞ്ഞതുപോലെ തന്നെയാണല്ലേ? അപ്പോൾ ബിയാൻ, അതെ, റാഗ്നർ സ്വപ്നം കണ്ടതുപോലെ തന്നെ, ചിലപ്പോൾ അതിലും കൂടുതൽ. പിന്നെ അതിനുശേഷം കുറേ സ്വർണ്ണ നാണയങ്ങളെല്ലാം എടുത്ത് യുദ്ധം ചെയ്ത പോരാളികൾക്കും കാത്തകെട്ടിലെ പൊതുജനങ്ങൾക്കും എല്ലാവർക്കും ഇങ്ങനെ എറിഞ്ഞ് വിതരണം ചെയ്യും. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന പൊതുജനങ്ങളെല്ലാവരോടും ബിയാൻ പറയും, നമ്മുടെ കുറേ പോരാളികൾ നമുക്ക് നഷ്ടമായതിൽ വിഷമമുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ നേടിയതിൽ നമ്മൾ അഭിമാനിക്കുകയും വേണം. ഇത് പാരീസിൻ്റെ കവാടത്തിൻ്റെ പൂട്ടാണ്. ഞാൻ തന്നെ പൊളിച്ചെടുത്തതാണ്. പാരീസ് നമ്മളെല്ലാവരെയും സമ്പന്നരാക്കി. ഒന്നിനും നമ്മളെ തടയാനാവില്ല. റാഗ്നർ അപകടകരമാം വിധം ശാരീരിക അസുഖങ്ങൾ നേരിടുന്നുണ്ട്. സത്യമാണ്, ചിലപ്പോൾ അദ്ദേഹം മരിക്കും. പക്ഷെ ആരാണ് നമ്മുടെ കിങ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇപ്പം എല്ലാവരും റാഗ്നർ റാഗ്നർ എന്ന് പറഞ്ഞിങ്ങനെ കത്തും. ആരോടാണ് നമ്മൾ കൂറു പുലർത്തേണ്ടത്, ആരോടാണ് നമ്മൾ നന്ദി പറയേണ്ടത് എന്ന് പറഞ്ഞ ബിയാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കിടപ്പിലായ റാഗ്നറും ഇങ്ങനെ കേട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത്രയും നല്ല ശബ്ദത്തിലാണ് ബിയാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായി അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തും ഇംഗ്ലീഷുകാരനുമായ പ്രീസ്റ്റ് ആത്ലസ്റ്റൻ്റെ കാര്യം. പല അറിവുകളും നേടാൻ റാഗ്നറിനെ സഹായിച്ച വ്യക്തിയായിരുന്നു അയാൾ. റാഗ്നർ എപ്പോഴും പറയുമായിരുന്നു, അദ്ദേഹമാണ് പാരീസിലേക്ക് പോകാനുള്ള പ്രധാന കാരണം ആത്ലസ്റ്റനാണെന്ന്. അത് കാരണം കൊണ്ട് തന്നെ ആത്ലസ്റ്റനെ കൊന്ന കുറ്റത്തിന് ഫ്ലോക്കിയെ തടവിലാക്കാൻ ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ബിയാൻ പറഞ്ഞതും ഇപ്പോൾ ഫ്ലോക്കിക്കാണെങ്കിൽ ഒരേ നെട്ടൽ. ഇപ്പോൾ ചുറ്റുമുള്ള എല്ലാവരും കൂടെ ഫ്ലോക്കി ഇങ്ങനെ പിടിക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഫ്ലോക്കി ഇങ്ങനെ കോടാലി എടുത്തിട്ട് ഇങ്ങനെ കത്തും, ഞാൻ ഈ ചെയ്തതെല്ലാം നമ്മുടെ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാണ്, എന്നാലും എനിക്ക് മറ്റൊരു ഉത്തരവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കീഴടങ്ങും. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ പിടിക്കും. ഇപ്പം അങ്ങനെ ഫ്ലോക്കി ബിയാനെ നോക്കി ചോദിക്കും, നിനക്ക് ഓർമ്മയില്ലേ ബിയാൻ, നമ്മൾ ആ ക്രിസ്ത്യൻ പ്രീസ്റ്റിനെ പറ്റി സംസാരിച്ചതെല്ലാം? നിൻ്റെ അച്ഛൻ്റെ മേലുള്ള അവൻ്റെ സ്വാധീനം നീയും ഭയപ്പെട്ടിരുന്നതല്ലേ? അതെന്താ നീ ഇപ്പോഴൊന്നും സമ്മതിക്കാത്തത്? അപ്പോൾ ബിയാനാണെങ്കിൽ ഇപ്പോൾ ഒന്നും തന്നെ വേണ്ടില്ല. ഫ്ലോക്കിയെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോകും. ലഗാത്ത, എർലൻഡർ, കാൾഫ്, ടോർവി ഇവരെല്ലാവരും കൂടെ ഹിഡേബിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ബിയാൻ വന്ന്, സൈന്യശക്തി അതിനുശേഷം നമ്മൾ പിന്നെയും പാരീസ് കൊള്ളയടിക്കാൻ ഇനിയും പോകുന്ന കാര്യം മറക്കേണ്ട എന്ന് പറയും. അപ്പോൾ ലഗാത്ത, ഇന്ന് നീ നന്നായി തന്നെ സംസാരിച്ചു, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. പിന്നെ റാഗ്നർ മരിച്ചാലും ഇല്ലെങ്കിലും എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങനെ പോകും. ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ ഹിഡേബിയിൽ വന്ന് എത്തിക്കഴിഞ്ഞു. ഇപ്പം ലഗാത്തെ കാണുന്ന ഹിഡേബിയിലുള്ള പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷം. പക്ഷെ ഐനറിന് മാത്രം നല്ല ദേഷ്യം വരും. ഇപ്പോൾ ഏളിൻ്റെ ഹാളിൽ എല്ലാവരും കൂടെ കൂടും. എന്നിട്ട് അവിടെ നിന്ന് കൊള്ളയടിച്ച് കൊണ്ടുവന്ന് സ്വർണവും വെള്ളിയും എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇപ്പോൾ ഐനർ വന്ന് ഏർലിൻഡറിൻ്റെ കയ്യിലുള്ള ആയുധം കണ്ടിട്ട് ഇതെന്താണെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ പറയും, ഇത് ഫ്രാങ്കുകളുടെ ഒരു ആയുധമാണ്, ഇതിനെ അവർ വിളിക്കുന്നത് ക്രോസ് ബോഗ് എന്നാണ്, ഇതെന്തായാലും നമുക്ക് പ്രയോജനപ്പെടും. ഇപ്പം കാൾഫ് സംസാരിക്കും, ഹിഡേബിയിലെ നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്കായി പാരീസിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നതെല്ലാം ഒന്ന് നോക്കൂ. ഞാൻ ഒറ്റയ്ക്കല്ല നേടിയത്, ഒപ്പം ലഗാത്തയും ഉണ്ടായിരുന്നു. പാരീസിൻ്റെ കോട്ട മതിലിന് സമീപം നടന്ന ഭീകരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വീരകഥകൾ ഇനി മുതൽ കവികൾ പാടുമ്പോൾ ഞാൻ ലഗാത്തയുടെ ജീവൻ രക്ഷിച്ചതും അവൾ എൻ്റെ ജീവൻ രക്ഷിച്ചതും. ഞങ്ങൾ വിവാഹിതർ അല്ലെങ്കിലും ഇപ്പോൾ ഞാൻ പ്രസ്താവിക്കുന്നു, ഞാനും ലഗാത്തയും എന്നുള്ള പദവി തുല്യമായി വീതിച്ച് ഇനി മുതൽ ഞങ്ങൾ ഒരുമിച്ച് ഭരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എന്ന നിലയിൽ ഇതാണ് എൻ്റെ തീരുമാനം എന്ന് പറയും. പക്ഷേ ഇതൊന്നും ഐനറിനും എർലൻഡറിനും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാത്തകെട്ടിൽ ആത്ലസ്റ്റനെ കൊന്നത് കാരണം കൊണ്ട് ഫ്ലോക്കിയ ഗ്രാമത്തിൻ്റെ നടുവിലിങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതും ആ കൊടും തണുപ്പത്ത്. അവിടെയുള്ള ചെറിയ ചെറിയ കുട്ടികളൊക്കെ കല്ലെടുത്ത് ഫ്ലോക്കിയുടെ മേലെ ഇങ്ങനെ എറിഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിൽഗ ആ കുട്ടികളെ ഇങ്ങനെ വേണ്ട ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിങ്ങനെ തടയാനായിട്ട് നോക്കും. പക്ഷേ ഹിൽഗ അവൾക്ക് ഒറ്റയ്ക്ക് അത്രയും കുട്ടികളെ ഇങ്ങനെ തടയാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ ബിയാൻ അവിടെ നടക്കുന്ന ഇതെല്ലാം കണ്ടിട്ട് ആ ചെറിയ കുട്ടികൾ ഓടിപ്പോയ്ക്കോ, എല്ലാം നിർത്തിക്കോ എന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ കത്തും. അപ്പോൾ തന്നെ ആ ചെറിയ കുട്ടികളെല്ലാവരും അങ്ങനെ പേടിച്ച് അവിടെ നിന്ന് അങ്ങനെ ഓടിപ്പോകും. ഇപ്പോൾ ഫ്ലോക്കി ബിയാനെ നോക്കി ചോദിക്കും, ദൈവങ്ങളെ സംരക്ഷിക്കാൻ നോക്കിയതിനെ എന്നെ ഇങ്ങനെ നാണം കെടുത്തണോ ബിയാൻ എന്ന് പറഞ്ഞിങ്ങനെ കാർക്കിച്ച് തുപ്പും. അപ്പോൾ ബിയാനോ ഒന്നും മിണ്ടാതെ അങ്ങനെ പോകും. ഇപ്പോൾ കാത്തകെട്ടിൽ ഒരു കപ്പലിൽ കുറച്ച് അടിമകളായിട്ടുള്ള യുവതികളെ ഇങ്ങനെ കൊണ്ടുവരും വിൽക്കാനായിട്ട്. ഇപ്പോൾ അവിടേക്ക് ക്യൂൻ ആസ്ലോഗ് വന്ന് ഇവരൊക്കെ ആരാണെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ആ വിൽപ്പനക്കാരൻ, പാരീസിൽ നിന്ന് വിൽക്കാനായിട്ട് കൊണ്ടുവന്ന അടിമകളാണ് ക്യൂൻ എന്ന് പറയും. അപ്പോൾ അടിമകളായിട്ടുള്ള യുവതികളെ എല്ലാവരെയും ഇങ്ങനെ നോക്കിയിട്ട് അതിൽ ഒരു യുവതിയെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിലൊരാളെ ക്യൂൻ ആസ്ലോഗ് ഇങ്ങനെ വാങ്ങും. എവിടെ റാഗ്നർ കുറേ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മെല്ലെ തുറന്ന് ഇങ്ങനെ മെല്ലെ എഴുന്നേൽക്കും. എന്നിട്ട് ഫ്ലോക്കി വെച്ചിട്ട് പോയ ആ കൊമ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ തന്നെ റാഗ്നറിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ മോൻ ഓബെ വരും. ഇപ്പോഴവനും നല്ല സന്തോഷമായി, തൻ്റെ അച്ഛൻ നല്ല ആരോഗ്യത്തോടു കൂടി ഗുണമായതിൽ. ഇപ്പോൾ റാഗ്നർ ഇങ്ങനെ, നീ അങ്ങ് വളർന്ന് വലുതായല്ലോടെ എന്ന് പറഞ്ഞത്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ അമ്മയോട് പോയി പറയട്ടെ എന്ന് പറഞ്ഞ് ഊബെ അങ്ങനെ ഓടിപ്പോയി അമ്മയോട് പറയും.
ഇവിടെ ആ കൊടും തണുപ്പത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഫ്ലോക്കിയെ കാണാനായിട്ട് ഫ്ലോക്കിയുടെ മോള് ആങ്കർ ബോർഡ് ഇങ്ങനെ വരും. വന്നിട്ട് വിശന്നിരിക്കുന്ന ഫ്ലോക്കിക്ക് ആ ചെറിയ കുട്ടി ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ വാരി കൊടുക്കും. അപ്പ ഹിൽഗ റാഗ്നർ കണ്ണു തുറന്നു എന്ന് പറയും. അപ്പ ഫ്ലോക്കി മോളെ ആങ്കർ ബോർഡാ, അതാ കാണുന്ന കോഴികൾക്ക് നല്ല വിശപ്പുണ്ട്, അവർക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ് അയച്ചു വിടും. എന്നിട്ട് ഹെൽഗയോട് അവൻ എന്നെ കൊല്ലും, റാഗ്നറിൻ്റെ അടുത്ത് ഞാൻ ആ മൂർച്ചുള്ള കൊമ്പ് വെച്ചത് കാരണം കൊണ്ടാണ് അവനിപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യം എനിക്കുണ്ടോ? എനിക്കെന്തിനാണ് റാഗ്നറിനെ അങ്ങനെ ഇത്രയ്ക്ക് ഇഷ്ടം? എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഹിൽഗ എന്നെ രക്ഷിക്കാനായിട്ട് സഹായിക്കുക എന്ന് പറഞ്ഞിങ്ങനെ കെഞ്ചും. പക്ഷെ ഹിൽഗയാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടാതെ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പോകും. ബിയാൻ ഇങ്ങനെ ഒരു ഭൂപടം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഊബെ വന്നിട്ട് ഇതെന്താണ് ബിയാൻ? എനിക്കറിയില്ല, ഇത് വഴികളാണെന്ന് തോന്നുന്നു, ഇത് കടലുകളായിരിക്കാം. ഇത് നിനക്ക് എവിടെ നിന്നാക്കിയിട്ടത്? പാരീസിൽ ഒരു വീട്ടിൽ നിന്ന്. ഇതിൻ്റെ ഉടമസ്ഥൻ മറ്റെന്തിനേക്കാളും പ്രാധാന്യവും വിലയും ഇതിന് കൽപ്പിച്ചിരുന്നു എന്ന് തോന്നി. ഇതിനു വേണ്ടിയാണ് അയാൾ പോരാടിയത്. ശരി, ഇത് നിനക്കെന്തിനാണ് ബിയാൻ? അപ്പ ബിയാൻ, ഇതാണെൻ്റെ വിധി. എവിടെ ഹിഡേവിൽ കാൽഫും ലഗാത്തിയും ഒരുമിച്ചാണ് ഭരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഐനറിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ കാൽഫിനോട് പോയിട്ട് ഇങ്ങനെ പറയും, ഐനറിനും ഐനറിൻ്റെ കുടുംബത്തിനും റാഗ്നർ ലോത്ത്ബ്രോക്കിന് ബന്ധമുള്ള ആരും തന്നെ ഹിഡേബിയെ ഭരിക്കാൻ പാടില്ല. അവരെല്ലാവരും ഇപ്പോൾ തന്നെ പറഞ്ഞയക്കണം എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഐനറിന് ലഗാത്തിയോട് എന്തിന് പ്രണയം ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ മാത്രം ഐനർ ഇങ്ങനെ പിടിവാശി കാണിച്ച് നിൽക്കുകയാണ്. കാൽഫും മാത്രമാണ് ഹിഡേബിയുടെ ഏള്. കാൽഫാണ് ഇവിടെ ഭരിക്കേണ്ടത്. നീ ഇനി എന്തു ചെയ്യുന്നു എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ലഗാത്ത ഹിഡേബിയെ ഭരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. കാത്തഘട്ടിൽ ഹാളിൽ എല്ലാവരും കൂടി ഇരുന്ന് എപ്പോഴും പോലെ തന്നെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അവിടേക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം റാഗ്നർ ഇങ്ങനെ വരും എല്ലാവരെയും കാണാനായിട്ട്. ഇപ്പോൾ റാഗ്നറിനെ കണ്ടതും അവിടെയുള്ള എല്ലാവർക്കും നല്ല സന്തോഷം. ഇപ്പോൾ റാഗ്നർ വന്നിങ്ങനെ ഇരിക്കും. ഇപ്പോൾ ആസ്ലോഗ് ഒരു യുവതി ഇങ്ങനെ വില കൊടുത്ത് വാങ്ങില്ലേ അടിമയായിട്ട്. ഇപ്പോൾ അവൾ വന്ന് റാഗ്നറിന് ഇങ്ങനെ മദ്യം ഒഴിച്ചു കൊടുത്തിട്ട് പോകും. ഇവൾ ആരാണ് ഒരു പുതിയ പെണ്ണ് എന്ന് പറഞ്ഞ റാഗ്നർ ഇങ്ങനെ അവളെ നോക്കും. എന്നിട്ട് റാഗ്നർ തൻ്റെ കുട്ടികളോട് ഇത്രയും ദിവസമായിട്ട് ഞാൻ എന്തൊക്കെയാണ് അറിയാതെ പോയത് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഓബെ ഫ്ലോക്കിയെ ബിയാൻ പിടിച്ച് തടവിലാക്കി കെട്ടിയിട്ടു എന്ന് പറയും. ഇത് കേട്ടതും റാഗ്നറിൻ്റെ മുഖം അങ്ങനെ മാറും. ബിയാനോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും. ഫ്ലോക്കിയെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കിടപ്പിലായിരുന്നു, അപ്പോഴെനിക്ക് ഇതാണ് ശരിയെന്ന് തോന്നി എന്ന് പറഞ്ഞ് ബിയാൻ പറയും. അപ്പോൾ റാഗ്നർ, ഫ്ലോക്കിയെ ഞാൻ പിടിച്ച് കെട്ടാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് ഞാൻ പണ്ടേ ചെയ്യുമായിരുന്നു എന്ന് നീ ചിന്തിച്ചില്ലേ? പക്ഷേ ഇപ്പോൾ നീ അവനെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് പിടിച്ച് കെട്ടിയത് കാരണം കൊണ്ട് ഇനി എനിക്ക് വേറെ വഴിയില്ല. ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തു. എൻ്റെ സുഹൃത്തിൻ്റെ കാര്യത്തിൽ ശിക്ഷ കൊടുക്കാൻ ഞാൻ നിർബന്ധിതനായി. ശരി, റോളോയെ പാരീസിൽ തന്നെ നിർത്താനുള്ള ഈ മണ്ടത്തരമായിട്ടുള്ള തീരുമാനം അവരുടേതായിരുന്നു. അപ്പോൾ ബിയാൻ കത്തിയിട്ട് അതെൻ്റെ അമ്മാവനാണ്. ഡാ, അവൻ എൻ്റെ സഹോദരനാണ്. നിന്നെക്കാളും നന്നായിട്ട് എനിക്ക് അവനെ അറിയാം. എവിടെ പാരീസിൽ റോളോയ്ക്കും പ്രിൻസസ് ഗിസ്ലയ്ക്കും ഇവർക്ക് രണ്ടുപേർക്കും വിവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിൻസസ് ഗിസ്ലയ്ക്ക് ആണെങ്കിൽ ഈ വിവാഹത്തിൽ ഒട്ടും തന്നെ താല്പര്യമില്ല. പക്ഷേ എന്നാലും അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കും. പ്രിൻസസ് ഗിസ്ല ആണെങ്കിൽ ഇങ്ങനെ തേങ്ങി ഇങ്ങനെ കരയാൻ തുടങ്ങും. പക്ഷേ എന്നാലും കല്യാണം നടക്കും. അങ്ങനെ ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ റോളോയ്ക്കും പ്രിൻസസ് ഗിസ്ലയ്ക്കും ആദ്യ രാത്രി നടക്കാൻ പോവാണ്. പക്ഷേ ഗിസ്ലയ്ക്കാണെങ്കിൽ ഇതിലൊന്നും ഒട്ടും താല്പര്യമില്ല. അവൾ എവിടെയോ പോയി ഇങ്ങനെ ഒളിഞ്ഞിരിക്കും. അപ്പോൾ ഒരു സൈനികൻ പോയിട്ട് ഗിസ്ലയെ അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് റോളോയുടെ മുറിയിൽ കൊണ്ടുവന്ന് അങ്ങനെ വിടും. എന്നിട്ട് ഗിസ്ല ആ സൈനികൻ്റെ മുഖത്ത് തന്നെ അങ്ങനെ കാർഹിച്ച് തുപ്പും. കുറച്ചു നേരം കഴിയുമ്പോഴാണ് റോളോയ്ക്ക് തന്നെ മനസ്സിലാവുന്നത് ഇന്നിവരുടെ ആദ്യ രാത്രിയാണെന്ന്. ഇപ്പോൾ ആ മുറിയിലാണെങ്കിൽ കുറേ പേരുണ്ട്. ഇപ്പോൾ റോളോ എല്ലാവരും അങ്ങനെ പുറത്ത് പോകാനായിട്ട് പറയും. എന്നിട്ട് റോളോ ഗിസ്ലയായിട്ട് ഇങ്ങനെ മെല്ലെ റൊമാൻറ്റിക് ആവാൻ നോക്കും. പക്ഷേ അപ്പോൾ ഗിസ്ല എന്നെ തുടരുത് വൃത്തികെട്ട ജന്തു എന്ന് പറഞ്ഞ് റോളോയുടെ മേലെ ഇങ്ങനെ കത്തി വയ്ക്കും. അപ്പോൾ റോളോയും മെല്ലെ കത്തി മാറ്റിയിട്ട് ശുഭരാത്രി എന്ന് പറഞ്ഞ് അടുത്ത് തന്നെ അങ്ങനെ മിണ്ടാതെ അങ്ങനെ കിടക്കും. അപ്പം ഗിസ്ല കത്തി എടുത്തിട്ട് ഞാൻ നിന്നെ അറുക്കുമെന്ന് പറഞ്ഞ റോളോയുടെ മേലെ കൂടെ ഇങ്ങനെ വരയും. അപ്പോൾ റോളോ ഇക്കിളിയിടരുത്, ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയും. അപ്പം അവളും കിടന്നുറങ്ങും മൃഗമേ എന്ന് പറയും. അപ്പം തന്നെ റോളോയും അങ്ങനെ കിടന്ന കിടപ്പിൽ തന്നെ അങ്ങനെ ഉറങ്ങും. എവിടെ ഹിഡേബിൽ ഐനർ കുറച്ച് ആളുകളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരും. കാൽഫും ലഗാത്തിയും കൂടെ ഇങ്ങനെ വരും. ഇതിനു മുൻപ് പറഞ്ഞില്ലേ കാൽഫും ലഗാത്തിയും കൂടെയാണ് ഹിഡേബിയെ ഭരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞില്ലേ. പക്ഷേ അവിടെയുള്ള കുറച്ച് ജനങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അതിലെ കുറച്ച് പേരെയാണ് ഇങ്ങനെ ഐനർ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കാൽഫ് വന്ന് പറയും, ഇവിടെ ഒരു മരം വെച്ചിട്ടുണ്ട്, ആ തടിയിൽ ഞങ്ങൾ രണ്ടുപേരുടെയും കൂട്ടുഭരണം ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നില്ലയോ അവരൊക്കെ ആ മരത്തടിയിൽ വന്ന് കത്തിയും കൊണ്ട് വരച്ചോളൂ എന്ന് പറഞ്ഞ് കാൽഫ് ഇങ്ങനെ പറയും. ഇപ്പോൾ ആദ്യം പോയിട്ട് ഐനർ കത്തിയും കൊണ്ട് ആ തടിയിൽ വരയ്ക്കും. ഐനർ ഇങ്ങനെ മറ്റുള്ളവരെയും വിളിക്കും. ഇപ്പോൾ അവിടെയുള്ള എല്ലാവരും ആ മരത്തടിയിൽ പോയിട്ട് ഇങ്ങനെ വരയ്ക്കും. ആ മരത്തടിക്ക് ചുറ്റും എല്ലാവരും കൂടെ നിന്ന് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഐനർ, ഇപ്പോൾ വ്യക്തമായല്ലോ ഏൾ കാൽഫ്, നിങ്ങൾക്ക് വേണ്ട ഉത്തരം കിട്ടിയല്ലോ. അപ്പ കാൽഫ്, കിട്ടി ഐനർ, നിങ്ങൾക്കായിട്ട് വേണ്ടുള്ള എൻ്റെ ഉത്തരം.
അടിച്ചു തകർത്തോളൂ എന്ന് പറഞ്ഞതും ഇപ്പോൾ ദൂരത്തിൽ നിന്ന് എയർലൻഡിൻ്റെ നേതൃത്വത്തിൽ പാരീസിൽ നിന്ന് കൊണ്ടുവന്ന ആ അമ്പും കൊണ്ട് ഈ തടിക്ക് ചുറ്റും നിൽക്കുന്ന ഈ ഇവരുടെ കൂട്ടുഭരണത്തിന് എതിരായിട്ടുള്ള എല്ലാവരെയും അമ്പ് ചെയ്ത് കൊല്ലും. ഇപ്പം അവസാനമായിട്ട് ഐനറിൻ്റെ കഴുത്തിൽ തന്നെ ഒരു അമ്പ് തുളച്ച് കയറും. ഇത് കാണുന്ന ലഗാത്തയ്ക്കാണെങ്കിൽ ഒരു പ്രതികാരത്തിൻ്റെ സന്തോഷം. എന്താണെന്ന് വെച്ചാൽ കാൽഫ് ലഗാത്തയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പം അവസാനമായിട്ട് ഐനറിൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടി എയർലൻഡർ ഇങ്ങനെ വരും. അപ്പം ലഗാത്ത തടുക്കും. ലഗാത്ത ഇങ്ങനെ ഐനറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കത്തി എടുത്തിട്ട് ഞാനിത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു ഐനർ എന്ന് പറഞ്ഞ് ഐനറിൻ്റെ വൃഷ്ണഭാഗം അങ്ങനെ മുറിച്ചെടുക്കും. ചോരയൊക്കെ അങ്ങനെ തെറിക്കും. അവിടെ തന്നെ ഐനർ അങ്ങനെ മരിക്കും. ഇവിടെ കാത്തകെട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന ഫ്ലോക്കിയ റാഗ്നർ ഇങ്ങനെ കസേരയിലിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടേക്ക് ബിയാൻ വന്ന് റാഗ്നറിനോട് ഞാൻ ഇവിടെ നിന്ന് പോവാണെന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ റാഗ്നർ എവിടേക്കാണ്? നിൻ്റെ അമ്മയുടെ അടുത്തേക്കാണോ അതോ പൂർവ്വനെ അന്വേഷിച്ചാണോ? രണ്ടുമല്ല, ഞാൻ കാടുകളിലേക്കാണ് പോകുന്നത്. എല്ലാത്തിൽ നിന്നും മാറി ദൂരെ. എനിക്കെൻ്റെ അതിജീവന കഴിവ് തിരിച്ചറിയണം. അതിന് നീ എങ്ങോട്ടാണ് പോകുന്നത്? എനിക്കൊരു സ്ഥലം അറിയാം. ഉൾപ്രദേശത്ത് വേട്ടയാടി താമസിക്കാൻ പറ്റിയൊരു ഇടമുണ്ട്. ഹോ, എങ്കിൽ അധികം വൈകാതെ മഞ്ഞുകാലത്തിൻ്റെ തണുപ്പ് കൂടി വരുന്നതിന് മുമ്പായിട്ട് നീ പൊയ്ക്കോ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് നിൻ്റെ മറ്റൊരു മണ്ടൻ തീരുമാനമാണെന്നാണ്. സത്യത്തിൽ നീ എന്തിനാണ് പോകുന്നത്? അപ്പബിയാൻ, എൻ്റെ അച്ഛന് എൻ്റെ അതിജീവനത്തിൻ്റെ കഴിവിൽ സംശയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എണീറ്റ് പോകും. ഇപ്പം കൊടും തണുപ്പത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഫ്ലോക്കിയുടെ അടുത്തേക്ക് റാഗ്നർ ഇങ്ങനെ പോകും. അപ്പ ഫ്ലോക്കി, നീ എന്നെ കൊല്ലാൻ പോവുകയാണോ? അപ്പ റാഗ്നർ, നീ എന്നെ ചതിച്ചു. നീ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു. നിന്നോടുള്ള എൻ്റെ സ്നേഹത്തെ നീ വകവച്ചില്ല. അപ്പ ഫ്ലോക്കി, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. ഞാൻ നിന്നെ തെറ്റായിട്ടുള്ള ദൈവങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് ശ്രമിച്ചത്. അപ്പ റാഗ്നർ, ദൈവങ്ങളുടെ പിന്നിൽ ഇനിയും ഒളിക്കാൻ നോക്കണ്ട. നീ ആത്തലിസ്റ്റിനെ കൊല്ലാനുള്ള ഏക കാരണം അസൂയ മാത്രമാണ്. അതാണ് സത്യം. അതങ്ങ് സമ്മതിക്കി. അപ്പ ഫ്ലോക്കി, അല്ല, സത്യത്തിൽ ഞാൻ ദൈവകൽപ്പന നിറവേറ്റുക മാത്രമാണ് ചെയ്തത്. അവരെന്നോട് ആജ്ഞാപിച്ചാൽ ഞാൻ ഇനിയും ചെയ്യും. അപ്പ റാഗ്നർ, ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. അപ്പ ഫ്ലോക്കി ഇങ്ങനെ എന്നെ കൊല്ലുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിങ്ങനെ കത്തും. ഇവിടെ പാരീസിൽ റോളോ ഡ്യൂക്ക് എന്ന് പറയുന്നൊരു പദവിയിലാണ് ഉള്ളത്. ഡ്യൂക്ക് എന്ന് പറയുന്നത് രാജകീയമായിട്ടുള്ളൊരു പദവിയാണ്. ഇപ്പോൾ സെൻട്രിക്ക് റോളോനോട് ഞാൻ പോകുന്നു, ഞാൻ ഇവിടെ തന്നെ തുടരേണ്ട ആളല്ല, ഞാൻ പാരീസിൽ തന്നെ നിൽക്കേണ്ട ആളല്ല, ഞാനൊരു നാടോടിയാണ്, അതിവിശാലമായിട്ടുള്ള ലോകമാണ് എൻ്റേത്. അപ്പോൾ റോളോ, എനിക്ക് നിങ്ങളെ വിടാൻ കഴിയില്ല, എനിക്കിവിടെ ഭാഷയൊന്നും അറിയില്ല. അപ്പോൾ സെൻട്രിക്ക്, നിങ്ങൾ എന്നെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണമെങ്കിൽ നിങ്ങൾ എൻ്റെ കാലുകൾ വെട്ടിയിടേണ്ടി വരും. നമ്മൾ ഇനിയും കാണും. ഒന്നില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തതല്ലേ, അതെല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ. നിങ്ങൾക്കെൻ്റെ ആശംസകൾ എന്ന് പറഞ്ഞു പോകും. ഇപ്പോൾ ഒരു പാരീസിൻ്റെ സൈനികൻ റോളോനെ കാണാൻ വേണ്ടി വരും. റോളോനെ ആരോ ഒരാൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഫ്രാങ്ക് ഭാഷയിൽ പറയും. പക്ഷേ റോളോയ്ക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഇങ്ങനെ മിഴിച്ച് നിൽക്കും. എന്നിട്ട് ആ സൈനികൻ അങ്ങനെ പോകും. ഇപ്പോൾ റോളോനെ കാണാനായിട്ട് ഒരാളിങ്ങനെ ഉള്ളിൽ വരും. ഇദ്ദേഹത്തിൻ്റെ പേരാണ് എറിക്. റോളോയുടെ സുഹൃത്താണ്. നോർത്ത് മാൻസ് കുറച്ച് ഒരു പാരീസിൽ തന്നെ കൂടാരം അടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിലെ എറിക്കും ഒരാളാണ്. ഇപ്പോൾ എറിക്ക് പറയും, കൂടാരത്തിൽ ഒരു ചർച്ച നടന്നു. നമ്മുടെ ആളുകൾ നടന്ന ചർച്ചയിൽ അത്ര തൃപ്തരല്ല. നീ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ഫ്രാങ്കിഷ് നോബലാണ്. പക്ഷെ അവർക്ക് ഫ്രാങ്ക് എന്ന പേരിൽ ഇറങ്ങാൻ താല്പര്യമില്ല. കിങ് റാഗ്നറിന് എതിരെ അവർ ഒരു ചെറുവിരൽ പോലും അനക്കില്ല. അപ്പുറോളോ, അവരെത്ര പേരാണ്? പകുതിയിൽ കൂടുതൽ ആളുകളും. നീ കൂടാരത്തിൽ വന്ന് അവരോട് സംസാരിക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പുറോളോ, നീ ആർക്കൊപ്പമാണ് എറിക്? നീയും തൃപ്തനല്ലേ? അപ്പ എറിക്ക്, അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് നിന്നോട് പറഞ്ഞത്. അപ്പുറോളോ, എനിക്കിതിൽ സന്തോഷമുണ്ട്. പോയി അവരോട് പോയി പറ, അധികം താമസിയാതെ ഞാൻ വരുമെന്ന്. എല്ലാവരുടെ സംശയത്തിനും ഞാൻ ഉത്തരം നൽകുമെന്ന് പറഞ്ഞേക്ക് എറിക്കെന്ന് പറഞ്ഞ് അയച്ചുവിടും. എവിടെ ബിയാൻ കാത്തകെട്ട് വിട്ട് കഠിനമായിട്ടുള്ള ജീവിതശൈലി നയിക്കാനായിട്ട് വനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജന്മാരോട്, ചെക്കന്മാരെ, റാഗ്നറിനെ നന്നായി നോക്കിക്കൊള്ളണം. അങ്ങേര് കരുതുന്നത് പോലെ പുള്ളി അത്ര ശക്തനൊന്നുമല്ല, അടുത്ത വസന്തകാലത്ത് കാണാം. ഇപ്പം റാഗ്നർ ബിയാൻ്റെ അടുത്ത് വന്നിട്ട്, പുതുതായിട്ട് മഞ്ഞ് അടിഞ്ഞു കൂടിയിരിക്കുന്ന സ്ഥലം നോക്കണം. നിൻ്റെ മുന്നിലും പിന്നിലും എപ്പോഴും ശ്രദ്ധ വേണം. പിന്നെ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് നീ തെളിയിക്കണം. അപ്പോൾ ബിയാൻ, ഇതെല്ലാം ഞാൻ ഓർത്തു വയ്ക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. ബിയാൻ പോയതും ക്യൂൻ ആസ്ലോഗ് റാഗ്നറിനോട്, നമ്മളിനി അവനെ കാണാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലേ? അപ്പോൾ റാഗ്നർ ഞെട്ടിയിട്ട്, എന്താണ്, നീ എന്തെങ്കിലും കണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. പിന്നെന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇപ്പോൾ റാഗ്നറിൻ്റെ മനസ്സൊക്കെ ഇപ്പോൾ എന്തോ പോലാവും. പാരീസിൽ നോർത്ത് മാൻസ് കൂടാരം അടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് റോളോ ഇങ്ങനെ ഒറ്റയ്ക്ക് വരും. ഇതിപ്പോൾ എറിക്ക് കാണാം. എറിക്കിനൊരു ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. റോളോയുടെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് എറിക്ക് ഇങ്ങനെ പോകും. ഇപ്പോൾ ചുറ്റും നോക്കിയതും എറിക്കിൻ്റെ ഭാര്യ ഇതെല്ലാം ഒരു ചതിയാണെന്ന് മനസ്സിലാക്കും.
എന്താണെന്ന് വെച്ചാൽ റോളോ ഇവിടേക്ക് ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, പാരസിൻ്റെ സൈനികരെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആ സൈനികരാണെങ്കിൽ കൂടാരത്തിലുള്ള വൈക്കിംഗ് പോരാളികളെല്ലാവരെയും ആക്രമിക്കും. പാരസിൻ്റെ സൈനികരാണെങ്കിൽ കുറേ പേരുണ്ട്, 4 ദിക്കുകളിൽ നിന്ന് ചുറ്റി വളഞ്ഞ് ആക്രമിക്കും. പാരസിൻ്റെ സൈനികരാണെങ്കിൽ യാതൊരു ദയാദാക്ഷിണ്യം കാണിക്കില്ല, ചെറിയ കുട്ടികളാണോ ഒന്നും നോക്കില്ല, എല്ലാ വൈക്കിംഗ് പോരാളികളെയും സ്ത്രീകളെയും എല്ലാവരെയും കൊല്ലും. പാരസിൻ്റെ സൈനികർ വിടുന്ന അമ്പ് എറിക്കിൻ്റെ ഭാര്യയുടെ നെഞ്ചത്തോടെ തുളഞ്ഞു കയറി അവിടെ തന്നെ അവൻ്റെ ഭാര്യ വീരമരണമാവും. ഭാര്യ മാത്രമല്ല, അവൻ്റെ ചെറിയ കുഞ്ഞും അവിടെ തന്നെ അങ്ങനെ വീരമരണമാവും. ഇപ്പോൾ അവിടെ നടക്കുന്നതെല്ലാം എറിക്ക് കണ്ടിട്ട് ഇപ്പോൾ എറിക്കിന് നന്നായിട്ട് ദേഷ്യം വരും. ബാക്കിയുള്ള വൈക്കിംഗ് പോരാളികളെ വെച്ച് ഷീൽഡ് വാളിട്ട് റോളോയുടെ നേർക്ക് പോയി റോളോയിനെ ആക്രമിക്കാനായിട്ട് ഇങ്ങനെ പോകും, ഷീൽഡ് വാളിട്ട് തന്നെ. പക്ഷേ എന്ത് തന്നെ ശ്രമിച്ചാലും അത് പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പാരസിൻ്റെ സൈനികർ കുറേ പേരുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞതും ഷീൽഡ് വാൾ അങ്ങനെ പൊളിയും. ഇപ്പോൾ വൈക്കിംഗ് ആയിട്ടുള്ള ബാക്കിയുള്ള പോരാളികൾ എല്ലാവരും അങ്ങനെ വീരമരണമാവും. ഇപ്പോൾ അവസാനം ഒരാൾ മാത്രമേ ജീവനോടുകൂടി അവശേഷിക്കുന്നുള്ളൂ, അത് എറിക്കാണ്. റോളോ ഇങ്ങനെ തൻ്റെ വംശത്തിനെ തന്നെ സ്വയം ചതിക്കുമെന്ന് പറഞ്ഞ് എറിക്കിനെ ഇങ്ങനെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇപ്പോൾ എറിക്ക് ഇങ്ങനെ കത്തും, റോളോ നീ ചതിച്ചത് നിൻ്റെ വംശത്തിനെ തന്നെയാണ്, ഞങ്ങൾക്ക് വേണ്ടി അവരെന്തായാലും പകരം ചോദിച്ചിരിക്കും, റാഗ്നർ വരും, റാഗ്നർ എന്തായാലും പകരം ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് എറിക്കിൻ്റെ നെഞ്ചത്തോടെ ഒരു അമ്പ് തുളഞ്ഞ് കയറും. അപ്പോൾ അവിടെ വെച്ച് തന്നെ എറിക്ക് അങ്ങനെ വീരമരണം ആവും. ഇപ്പോൾ പാരസിൻ്റെ സൈനികർ എല്ലാവരും കൂടെ ഇങ്ങനെ കത്തും, ഇവിടെ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി കാണിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ കത്തും. ഇവിടെ വച്ച് ഈ എപ്പിസോഡും കഴിയുന്നു. റോളോയുടെ ശരിക്കുള്ള മുഖം എന്താണെന്ന് പറഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്തത് റോളോ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നോക്കാം. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ റാഗ്നർ ഇനി അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഫ്ലോക്കിയെ ആണെങ്കിൽ ഇങ്ങനെ ചങ്ങല കെട്ടി വെച്ചിരിക്കുന്നു, വെക്സസിലാണെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. അതെല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നോക്കാം.